പണ്ട് ചൈനയിൽ ലോസുൻ എന്നു പേരായ ഒരു ബാലനുണ്ടായിരുന്നു. അവന് കണ്ണ് കാണില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പിതാവിന് അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നിന്നെക്കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് അദ്ദേഹം എപ്പോഴും പറയും. നിനക്കൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. നിനക്ക് ആഹാരം തരുന്നത് തന്നെ വളരെ നഷ്ടമാണ്. എനിക്ക് നിന്നെ വേണ്ട. നീ തെരുവിലിറങ്ങി പൊക്കോ, ഭിക്ഷ തേണ്ടി ജീവിച്ചാൽ മതി എന്ന് ഈ പിതാവ് എപ്പോഴും ഈ മകനോട് പറയും. കുറേ കാലമൊക്കെ ഇത് കേട്ട് അവൻ സഹിച്ചു. അവസാനം സഹിക്ക വയ്യാതെ അവൻ വീട് വിട്ടിറങ്ങി. അവന് ആരും ഉണ്ടായിരുന്നില്ല. 5 കൊല്ലത്തോളം അവൻ ഭിക്ഷ യാചിച്ച് അങ്ങനെ നടന്നു. ആ കാലത്ത് അവന് ഒരു പട്ടിയെ കിട്ടി തെരുവിൽ നിന്ന്. അവൻ അതിനെ ഫാനി എന്ന് വിളിച്ചു. ഫാനി തൻ്റെ യജമാനനായ ലോസുനെ വളരെയധികം സംരക്ഷിച്ചു. എപ്പോഴും അവൻ്റെ പിന്നാലെ നടന്നു. പോകുന്നിടത്തെല്ലാം കൂടെ പോയി. വഴി തപ്പിത്തടഞ്ഞ് കണ്ടുപിടിക്കാൻ ലോസുൻ എപ്പോഴും ഒരു വടി കയ്യിൽ പിടിച്ചിരുന്നു. എന്നാലും പലപ്പോഴും വഴിയിൽ എവിടെയെങ്കിലും കുഴിയുണ്ടോ, കൂർത്ത മുള്ളോ കല്ലോ ഉണ്ടോ എന്നൊന്നും ലോസുന് കാണാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഫാനി അപ്പോൾ ഓടിച്ചെന്ന് ആ വടിയുടെ അറ്റത്ത് കടിച്ചു പിടിച്ച് അവനെ ഗതി മാറ്റി നടത്തുമായിരുന്നു. മാത്രമല്ല ഫാനി സൂത്രശാലിയായ ഒരു പട്ടിയുമായിരുന്നു. യജമാനു വേണ്ടി അവൾ പലപ്പോഴും പണം സമ്പാദിച്ചു. ലോസുൻ 3 തവണ കൈയടിച്ചാൽ ഫാനി മുട്ടുകുത്തി തലകൊണ്ട് നിലം തൊടുമായിരുന്നു. അങ്ങനെ പലപ്പോഴും തെരുവിൽ പോയി ഫാനിയെ കൊണ്ട് ഈ വിദ്യ ചെയ്യിപ്പിച്ച് ലോസുൻ പണമുണ്ടാക്കി. അങ്ങനെയും വല്ലപ്പോഴുമൊക്കെ തനിക്ക് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താൻ ലോസുന് കഴിഞ്ഞു. 2 പേരും തെരുവിലൂടെ ഇങ്ങനെ ഭിക്ഷ യാചിച്ച് നടക്കുമായിരുന്നു ഒരുപാട് കാലം. രാത്രിയായാൽ വിശ്രമിക്കാൻ പറ്റി എവിടെയെങ്കിലും പോയി കിടക്കും. അത് ചിലപ്പോൾ ഒരു കടത്തിണ്ണയാവാം, അല്ലെങ്കിൽ ഒരു മരച്ചുവടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ പടിക്കലാവാം. പലപ്പോഴും വയലിലൊക്കെയാണ് അവർ കിടന്നുറങ്ങിയിരുന്നത്. ഒരു ദിവസം ഇങ്ങനെ 2 പേരും തെരുവിലൊക്കെ തെണ്ടി നടന്ന് കുറച്ച് അപ്പം സമ്പാദിച്ചു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഫാനിയും യജമാനും കൂടെ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഭക്ഷണം പങ്കിട്ട് കഴിച്ചു. എന്നിട്ട് അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ലോസുൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സുന്ദരിയായ ഒരു മാലാഖ വന്നിട്ട് അവനോട് പറഞ്ഞു, ലോസുൻ, നിനക്കെന്നെ കാണാമോ? അപ്പോൾ ലോസുൻ പറഞ്ഞു, അയ്യോ, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, ഞാനൊരു അന്ധനാണല്ലോ. അപ്പോൾ മാലാഖ പറഞ്ഞു, നിനക്കെന്നെ കാണണോ? ലോസുൻ പറഞ്ഞു, തീർച്ചയായിട്ടും കാണണം, എനിക്ക് കാണണം, കാഴ്ച വേണം എന്ന് വലിയ ആഗ്രഹമാണ്. മാലാഖ പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ലോസുൻ ചോദിച്ചു, അയ്യോ, എനിക്ക് കാഴ്ച തിരിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? മാലാഖ പറഞ്ഞു, എനിക്ക് തനിച്ച് പറ്റില്ല, പക്ഷെ നീയും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ നിൻ്റെ കണ്ണുകൾ തുറന്നെടുക്കാൻ പറ്റും. ലോസുൻ ചോദിച്ചു, ഞാൻ അതിനെന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എനിക്ക് കണ്ണിന് കാഴ്ച വേണം. അപ്പോൾ മാലാഖ പറഞ്ഞു, നീ ഓരോ തവണ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിൻ്റെ കണ്ണിൽ കുറേശ്ശെ പ്രകാശം വന്നു വീഴും. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിനക്ക് നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊണ്ടുവരാൻ പറ്റും, നിൻ്റെ കണ്ണുകളിൽ വെളിച്ചം കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നീ പ്രത്യേകം ഓർക്കണം, എപ്പോഴൊക്കെ നീ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നോ അപ്പോഴൊക്കെ നിൻ്റെ കണ്ണിലെ പ്രകാശം അണഞ്ഞു പോവുകയും ചെയ്യും. ഈ കാര്യം മനസ്സിലാക്കി നീ ജീവിച്ചാൽ നിനക്ക് കാഴ്ചകൾ കാണാൻ പറ്റും, ലോകത്തെ കാണാൻ പറ്റും. എന്തായാലും നേരം വെളുത്ത് മുഖത്ത് പ്രകാശം അടിച്ചപ്പോഴാണ് ലോസുൻ ഉണർന്നത്. അപ്പോൾ താൻ്റെ ഒരു സാധാരണ സ്വപ്നം കണ്ടു എന്നേ ലോസുൻ വിചാരിച്ചുള്ളൂ. എന്തായാലും അവൻ ഉണർന്നതോടെ ഫാനിയും ഉണർന്നു. അപ്പോൾ ലോസുൻ പറഞ്ഞു, വാ ഫാനി, നമുക്ക് തെരുവിലേക്ക് പോകാം, എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ 2 പേരും കൂടെ ആ മരച്ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ഒരു അരുവിയിൽ പോയി മുഖവും കൈയും കാലും ഒക്കെ കഴുകിയിട്ട് തെരുവിലേക്ക് നടന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വൃദ്ധനായ ഭിക്ഷക്കാരൻ്റെ മുന്നിലൂടെ അവർ പോയി. അപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, അയ്യോ, എനിക്ക് എന്തെങ്കിലും തരണേ, ഞാനൊരു കണ്ണുപൊട്ടനാണേ. മുന്നിലൂടെ ആരോ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഭിക്ഷക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ലോസുൻ പറഞ്ഞു, അയ്യോ അപ്പൂപ്പ, ഞാനും ഒരു അന്ധനാണ്, എനിക്കും കണ്ണ് കണ്ടുകൂടാ, ഞാൻ അങ്ങേക്ക് എന്ത് തരാനാ? അപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, കുഞ്ഞേ, നീ അന്ധനാണെങ്കിലും നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, പക്ഷേ എനിക്ക് അതും പറ്റില്ല, ഞാൻ അന്ധനുമാണ്, എൻ്റെ കാലും വയ്യ, എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ലോസുൻ പറഞ്ഞു, അയ്യോ, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പൂപ്പ, എൻ്റെ കയ്യിൽ ഇന്നലെ ഭിക്ഷ എടുത്തതിൻ്റെ ബാക്കി ഒരു നാണയമുണ്ട്, ഞാനത് അങ്ങേക്ക് തരാം, അങ്ങ് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചോ. അങ്ങനെ ലോസുൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു നാണയം ആ വൃദ്ധൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പെട്ടെന്ന് തൻ്റെ മുന്നിൽ എന്തോ ഒരു ചെറിയ മിന്നൽ വന്നതുപോലെ അവന് തോന്നി. തൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുകയാണോ എന്ന് അവൻ സംശയിച്ചു. അപ്പോഴാണ് അവൻ തലേന്ന് കണ്ട സ്വപ്നം ഓർത്തത്. താൻ സ്വപ്നം കണ്ടത് ശരിയാണ് എന്ന് അപ്പോൾ അവന് തോന്നി. അവൻ ഫാനിയോട് പറഞ്ഞു, ഫാനി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം ശരിക്കും നടക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ ഓരോ തവണ സൽപ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ കണ്ണിലെ അന്ധത കുറേശ്ശെ മാറി വരും. ഫാനിക്ക് കാര്യം മനസ്സിലായോ എന്തോ, അത് തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ ലോസുനും ഫാനിയും കൂടെ തെരുവിൽ പോയി ഭിക്ഷ യാചിച്ചു, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്നത് പട്ടണത്തിന് പുറത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു. അവിടെ സാധാരണ ഒരുപാട് ഭിക്ഷക്കാർ വന്ന് കിടക്കാറുണ്ട്.
ആ കെട്ടിടത്തിൻ്റെ മൂലയിൽ പടുവൃദ്ധയായ ഒരു ഭിക്ഷക്കാരി കിടക്കുന്നുണ്ടായിരുന്നു. അവർ രോഗിയും കൂടിയായിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവരെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ലോസുൻ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നു. രാത്രിയിൽ കിടക്കാൻ നേരത്തെ കഴിക്കാൻ വേണ്ടി അവൻ കുറച്ച് ഭക്ഷണം പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അവൻ സന്തോഷത്തോടെ താൻ പൊതിഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണം ആ വൃദ്ധയ്ക്ക് കൊടുത്തു. വൃദ്ധ അവന് നന്ദി പറയുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ലോസുന് തൻ്റെ കണ്ണിലെ പ്രകാശം ഒന്നുകൂടി തെളിച്ചമായതായിട്ട് തോന്നി. അവൻ കണ്ണുകൾ ഒന്നടച്ചിട്ട് വീണ്ടും തുറന്നപ്പോൾ നിഴലുകൾ എന്തോ അനങ്ങുന്നത് പോലൊക്കെ അവൻ തോന്നി. അവൻ വൃദ്ധയോട് ചോദിച്ചു, അമ്മൂമ്മ ഇന്ന് നിലാവുള്ള രാത്രിയാണോ? വൃദ്ധ പറഞ്ഞു, അതെ, ഇന്ന് വെളുത്തവാവാണ്, നല്ല നിലാവുണ്ട്. ലോസുൻ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ നിഴൽ അനങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അന്ന് അവൻ അത്താഴം കഴിച്ചില്ലെങ്കിലും വളരെ സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ലോസുനും ഫാനിക്കും നന്നായിട്ട് വിശന്നു. കാരണം രാത്രി അവരൊന്നും കഴിച്ചിരുന്നില്ലല്ലോ. വാ ഫാനി, നമുക്ക് പോയി ഭക്ഷണത്തിന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ലോസുൻ ഫാനിയും വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് നടന്നു. പൊടിയും കല്ലും അഴുക്കും ഒക്കെ നിറഞ്ഞ ഒരു പാതയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. അതിലൂടെ അവർ രണ്ടുപേരും കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് ഒരു കോഴി ഉറക്ക കൂവിക്കൊണ്ട് അവരുടെ മുന്നിലൂടെ പാഞ്ഞ് എതിർവശത്തേക്ക് ഓടിപ്പോയി. ഫാനി നല്ല വിശന്നിരിക്കുകയായിരുന്നു. അവൾ പിന്നാലെ ഓടിച്ചെന്ന് ആ കോഴിയുടെ കഴുത്തിന് പിടികൂടി അതിനെ കടിച്ചങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ട് അതും കൊണ്ട് ലോസുൻ്റെ അടുത്തേക്ക് വന്നു. ലോസുന് സന്തോഷമായി. വിശന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ചത്ത കോഴിയെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ കൊണ്ട് ചന്തയിൽ വിറ്റാൽ കുറച്ച് പണം എന്തെങ്കിലും കിട്ടുമായിരിക്കും. അവൻ ആ കോഴിയെടുത്ത് തൻ്റെ ഉടുപ്പിനുള്ളിൽ വെച്ചുകൊണ്ട് ചന്തയിലേക്ക് പോയി. അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു നടന്നപ്പോൾ കോഴിയെ വാങ്ങാൻ തയ്യാറുള്ള ഒരാളെ കിട്ടി. ഒരു കൃഷിക്കാരനായിരുന്നു. അയാൾ ഉച്ചക്കത്തേക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോസുൻ്റെ കയ്യിൽ നിന്ന് ഈ ചത്ത കോഴിയെ വാങ്ങി. ലോസുൻ ആ കോഴിയുടെ വില വാങ്ങി തൻ്റെ കീശയിലിട്ടതും തൻ്റെ കണ്ണിന് മുന്നിൽ എന്തോ ഒരു മറവ് വന്നതുപോലെ, മൂടൽ വന്നതുപോലെ അവന് തോന്നി. അവന് പെട്ടെന്ന് സങ്കടം വന്നു. അവൻ ഓർത്തു, ഇതെനിക്ക് കിട്ടിയ ശിക്ഷയാണ്. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ആലോചിച്ചു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഫാനി കൊന്ന ഒരു കോഴിയെ കൊണ്ടുവന്ന് വിറ്റതല്ലേ ഉള്ളൂ ഞാൻ. പിന്നെയും അവൻ ആലോചിച്ചു, പക്ഷെ അതെൻ്റെ കോഴിയല്ലായിരുന്നല്ലോ, ആരുടെയോ കോഴിയായിരുന്നു. ഫാനി അതിനെ പിടിച്ച് കൊന്നതായിരുന്നു. ഞാനത് ആരുടെ കോഴിയാണെന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. അവരുടെ മാപ്പ് പറയേണ്ടതായിരുന്നു. പക്ഷെ ഞാനതൊന്നും ചെയ്യാതെ ആ കോഴി എടുത്തുകൊണ്ട് വന്ന് ചന്തയിൽ വിറ്റു. ഞാൻ ചെയ്തത് തെറ്റാണ്. നന്നേ വിശന്നിരുന്നെങ്കിലും അവൻ ആ പണം കൊണ്ട് ഒന്നും വാങ്ങിയില്ല. അവൻ ഫാനിയെ കോഴിയെ പിടിച്ച് കൊന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ആർക്കെങ്കിലും കോഴിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അവൻ അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ കോഴികളിലൊന്നിനെ ഇന്ന് നഷ്ടപ്പെട്ടു. അദ്ദേഹം വളരെ ദുഃഖിതനാണ്. അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ്. ആ കോഴികളെ വളർത്തിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ലോസുൻ പറഞ്ഞു, എനിക്ക് വളരെ സങ്കടമുണ്ട്. കാരണം ഞാൻ കാരണമാണ് ആ കോഴി നഷ്ടപ്പെട്ടത്. എൻ്റെ പട്ടി രാവിലെ ഈ കോഴിയെ പിടിച്ച് കൊന്നു കളഞ്ഞിരുന്നു. ഞാൻ ആ കോഴിയുടെ വില തരാം, കാരണം ആ കോഴിയെ തിരിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല. അങ്ങനെ ലോസുൻ ആ കോഴി നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ കീശയിലുണ്ടായിരുന്ന പണം മുഴുവൻ അയാൾക്ക് കൊടുത്തു. അയാളോട് മാപ്പ് പറഞ്ഞു. പെട്ടെന്ന് തൻ്റെ കണ്ണുകൾക്ക് മുന്നിലൊരു പ്രകാശം മിന്നിമറിഞ്ഞതായിട്ട് ലോസുനിന് അനുഭവപ്പെട്ടു. ലോസുൻ സന്തോഷത്താൽ പുഞ്ചിരിച്ചു. അങ്ങനെ തുടർന്ന് കുറേ ദിവസങ്ങളിൽ ലോസുൻ ഈ തരത്തിലുള്ളൊരു ജീവിത രീതിയാണ് പിന്തുടർന്നത്. അവൻ നന്മ മാത്രം ചെയ്തു, നല്ലത് മാത്രം ചെയ്തു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് നന്മയുള്ളതാണോ, ഇത് ശരിയാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം ചെയ്തു. ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കാൻ അവൻ അപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ ഏകദേശം 1-2 മാസം പിന്നിട്ടപ്പോഴേക്കും രാത്രിയും പകലുമൊക്കെ അവന് തിരിച്ചറിയാറായി. മരങ്ങളും മനുഷ്യരെയും അവന് തിരിച്ചറിയാറായി. ആൾക്കാർ നടക്കുമ്പോൾ നിഴൽ അനങ്ങുന്നത് പോലെ അവന് തോന്നി തുടങ്ങി. തെരുവിൽ നടക്കുമ്പോൾ ഫാനിയുടെ ആവശ്യം അവന് അധികം വേണ്ടാതെ വന്നു. വലിയ മരങ്ങളിൽ തട്ടാതെയും മനുഷ്യരിൽ തട്ടാതെയുമൊക്കെ അവന് നടക്കാൻ പറ്റി. ഒരു ദിവസം ഫാനിയും ലോസുനും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ നദിക്കരയിൽ പോയിരിക്കുകയായിരുന്നു. തലേന്ന് രാത്രി നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആകാശം അപ്പോഴും കാർമേഘം നിറഞ്ഞതായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. നദി നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലോസുൻ ഒരു കരച്ചിൽ കേട്ടു. ഒരു പുരുഷൻ്റെ ശബ്ദമാണ് കേട്ടത്. എന്നെ സഹായിക്കണേ, ഞാൻ മുങ്ങിച്ചാവുകയാണേ എന്നാണ് ആ നിലവിളി കേട്ടത്. ലോസുൻ സൂക്ഷിച്ചു നോക്കി. അവന് നദി ഒരു നിഴൽ പോലെ കാണാമായിരുന്നു. നദിയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നത് ലോസുൻ കണ്ടു. എന്ത് ചെയ്യണമെന്ന് ലോസുന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവന് നീന്തൽ അറിഞ്ഞുകൂടാ. മാത്രമല്ല അവൻ ചെറിയ കുട്ടിയാണ്. അവൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് അവൻ ഫാനിയെപ്പറ്റി ഓർത്തത്. ഫാനിക്ക് നീന്തൽ അറിയാം, അവൾക്ക് നല്ല കരുത്തും കഴിവുമുണ്ട്. പക്ഷെ അവൻ പെട്ടെന്ന് ഓർത്തു, ഇനി അഥവാ ഫാനി വെള്ളത്തിൽ വീണ് ചത്തുപോയാലോ? എനിക്ക് പിന്നെ ആരുണ്ട്? ഈ ലോകത്ത് എനിക്ക് ആകെപ്പാടെയുള്ള ഒരേ ഒരു ബന്ധുവും സുഹൃത്തും ഫാനിയാണ്. അവളെ ഞാൻ എങ്ങനെ നഷ്ടപ്പെടുത്തും? പക്ഷെ അപ്പോഴും നദിയിൽ നിന്ന് ആ മനുഷ്യൻ്റെ നിലവിളി കേട്ടുകൊണ്ടിരുന്നു. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാനിപ്പോൾ മുങ്ങി ചത്തുപോകും. അവസാനം ലോസുൻ ഫാനിയോട് പറഞ്ഞു, ഫാനി, നമുക്ക് അയാളെ രക്ഷപ്പെടുത്തണം. നീ എങ്ങനെയെങ്കിലും നദിയിൽ ചാടി അയാളെ കരയിലേക്ക് വലിച്ചുകൊണ്ട് വാ.
ഇതും പറഞ്ഞുകൊണ്ട് ലൂസൻ ഫാനിയെ തള്ളി നദിയിലേക്ക് വിട്ടു. പട്ടി നീന്തി പോകുന്നത് ഏകദേശം ഒരു നിഴല് പോലെ ലൂസന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞു. നദിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ ലൂസൻ കേട്ടു. കൃത്യമായിട്ട് എന്താണ് നടക്കുന്നത് എന്നവന് കാണാൻ പറ്റിയില്ല. അവസാനം ആരോ ഒരാൾ തൻ്റെ അടുത്തേക്ക് നീന്തി വരുന്നതും വലിഞ്ഞു കയറുന്നതും തൻ്റെ അടുത്തേക്ക് ഓടി വന്ന് തനിക്ക് നന്ദി പറയുന്നതും ലൂസൻ കേട്ടു. ലൂസൻ ചോദിച്ചു, എൻ്റെ പട്ടി എവിടെ? എൻ്റെ ഫാനി എവിടെ? ആ മനുഷ്യൻ ആകെ ക്ഷീണിതനായിരുന്നു. അയാൾക്ക് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു, ഓ എൻ്റെ കുഞ്ഞെ, ആ പട്ടി ചത്തുപോയി. അതിനെന്നെ രക്ഷിക്കാൻ പറ്റി, പക്ഷേ എനിക്കതിനെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്നെ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇത് കേട്ടപ്പോഴേക്കും ലൂസൻ അലറി വിളിച്ചുകൊണ്ട് പുലിൽ വീണു. അവൻ ഉറക്കെ കരഞ്ഞു, ഫാനി, നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ ആയിരുന്നല്ലോ എൻ്റെ ഏക സുഹൃത്ത്. അപ്പോൾ ആ മനുഷ്യൻ ലൂസൻ്റെ അടുത്ത് പറഞ്ഞു, കരയാതെ കുഞ്ഞെ, ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. നിൻ്റെ അച്ഛൻ നിനക്ക് മറ്റൊരു പട്ടിയെ വാങ്ങിത്തരും. അപ്പോൾ ലൂസൻ പറഞ്ഞു, ഞാൻ അനാഥനാണ്, എനിക്ക് വീടില്ല, എനിക്ക് അച്ഛനില്ല. ഞാൻ അന്ധനായത് കാരണം എൻ്റെ പിതാവ് എന്നെ ഉപേക്ഷിച്ചതാണ്. എനിക്ക് ആരുമില്ല, ഫാനി അല്ലാതെ എനിക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇനിയൊരു നായക്കുട്ടിയെ വാങ്ങിച്ചു തരാൻ ആരുമില്ല. ആ മനുഷ്യൻ കുറച്ച് നേരം അവനെ സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് അവനോട് ചോദിച്ചു, കുഞ്ഞെ, നിൻ്റെ പേര് ലോസുൻ എന്നല്ലേ? അവൻ പറഞ്ഞു, അതെ, ഞാനാണ് ലോസുൻ. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നും മോനെ, നീ എന്നോട് ക്ഷമിക്കണേ. ഞാൻ നിൻ്റെ അച്ഛനാണ്. ഞാനാണ് നിന്നെ ഉപേക്ഷിച്ചത്. നിനക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. പക്ഷേ വെള്ളത്തിൽ വീണ എന്നെ നീ രക്ഷപ്പെടുത്തി. നിന്നെ നായക്കുട്ടി അയച്ചു. നിൻ്റെ നായക്കുട്ടിയെ നീ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി. നിന്നെപ്പോലൊരു കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. ലൂസൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങേക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൂടെ വീട്ടിലേക്ക് വരാം. പക്ഷേ ഞാനിപ്പോൾ അന്ധനല്ല. നോക്കൂ, എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. പിതാവ് നോക്കി, നേരാണ്, മകൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. പിതാവ് അവനെ വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരുടെ വീട്ടിലേക്ക് നടന്നു. പിന്നീട് അദ്ദേഹം അവന് പുതിയൊരു നായക്കുട്ടിയെ വാങ്ങിക്കൊടുത്തു. കാഴ്ച കിട്ടിയതിൽ ലൂസന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നെങ്കിലും അവൻ എന്നും ഫാനിയെ ഓർത്തു. മാത്രമല്ല, അവൻ പിന്നീട് ഒരിക്കലും ചീത്ത കാര്യങ്ങൾ ചെയ്തതേയില്ല. എന്നും നന്മകൾ ചെയ്തുകൊണ്ട് കണ്ണിനെ തെളിച്ചം നിലനിർത്തിക്കൊണ്ട് അവൻ സന്തോഷമായിട്ട് പിതാവിനൊപ്പം ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.